പറയാനായിട്ട് വാ തുറക്കുന്നത് എന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സാധാരണ മനുഷ്യർ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ അറിയിക്കാനോ വേണ്ടിയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ മലയാളിയെ സംബന്ധിച്ചിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് എല്ലാവരും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അതിനുള്ള വ്യഗ്രതയാണ്, അതിനുവേണ്ടിയാണ് ഊർജം മുഴുവൻ സംസാരിച്ച് കളയുന്നത്. നമ്മളുടെ വ്യക്തി ജീവിതത്തിലും നമ്മളുടെ പൊതുസ്ഥലങ്ങളിലും ഒക്കെ നോക്കിയാൽ അറിയാം, നമ്മുടെ റോഡുകളിൽ എവിടെ നോക്കിയാലും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടിയാണ് മലയാളിയുടെ ഊർജം മുഴുവൻ ഏതാണ്ട് നല്ലൊരു ശതമാനം കത്തിച്ചു കളയുന്നത്. എന്തുകൊണ്ടാവും മലയാളി ഇങ്ങനെ ഫ്രോഡായി പോകുന്നത്? അതിനും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓണത്തിനൊരു വലിയ റോളുണ്ട്. ഇപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ഓണം എന്ന് പറയുന്നത് ഭയങ്കര വേദനയോടെയാണ് ഞാൻ സദ്യ ഉള്ളത്. കാരണം ഞാൻ കൊട്ടാരക്കര താലൂക്കിലുള്ള പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അമ്മയുടെ തറവാട്ടിലായിരുന്നു ഞാൻ 6 വയസ്സ് വരെ ഉള്ളത്. അപ്പോൾ അവിടെ ധാരാളം കൃഷിയൊക്കെ ഉണ്ടായിരുന്ന കാരണം ഈ ഓണമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തയ്യാറെടുപ്പായി. അപ്പൊ എനിക്ക് 3 വയസ്സാണോ 4 വയസ്സാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുകയാണ്, എല്ലായിടത്തും ഒരുക്കവും ബഹളവും എല്ലാം ഇങ്ങനെ അടുക്കി ഒതുക്കി മാറ്റുന്നു, തീവ്രമായ ഒരുക്കങ്ങൾ. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് മാവേലി വരുന്നുണ്ട്. അപ്പൊ ഈ മുതിർന്നവരെല്ലാം ഈ മാവേലിയുടെ ഒരു ചിത്രം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. കിരീടമുണ്ട്, മറ്റേ ചോപ്പ് ഡ്രസ് ഉണ്ട്, അതിനകത്ത് സ്വർണം വെച്ച് സംഗതികളുണ്ട് എന്നൊക്കെ ഇങ്ങനെ കഥകളിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മുതിർന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ തറവാടിനോട് ചേർന്ന് ഒരു ക്ഷേത്രത്തിന്റെ കുടുംബക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കളരി എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വടക്കൻ കളരി പോലുള്ള കളരിയല്ല, ഈ ക്ഷേത്രമല്ല, എന്നാൽ വിളക്കൊക്കെ കൊളുത്തി തൊഴുകയും മറ്റുമൊക്കെ ചെയ്യുന്ന കളരി. അപ്പോൾ സദ്യയുടെ സമയം വിശാലമായ ഒരു സദ്യ ഈ കളരിയുടെ മുൻപിലുള്ള ഇറമ്പിൽ കൊണ്ട് വിളക്കുമൊക്കെ കത്തിച്ച് വളരെ മനോഹരമായിട്ട് സദ്യ അവിടെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ പിന്നെ കിഴക്ക് വശത്തുള്ള വഴിയുടെ ദൂരെയുള്ള ഒരു വളവുണ്ട്. ആ വളവിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മാവേലി വരുന്നത് കാണാനായിട്ട്. പിന്നെ ഭയങ്കര കൗതുകമായ കാഴ്ചയാണ്. കുറെ കഴിഞ്ഞിട്ടും മാവേലി വരുന്നില്ല, സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ കുറെ ദിവസങ്ങളായിട്ടുള്ള പ്രതീക്ഷയാണ് ഈ മാവേലിയെ കാണാനായിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലാവർക്കും പിന്നെ വീട്ടില് പായൊക്കെ ഒരിച്ച് ഇലയൊക്കെ ഇട്ട് സദ്യ നടന്നു. അപ്പൊ ഞാൻ അപ്പോഴും ഈ മാവേലിയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പിന്നീടാണ് അറിയുന്നത് മാവേലി എന്നുള്ളൊരു സംഗതി അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ വെറും ഒരു സങ്കല്പമാണെന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാക്കാനുള്ള ശേഷി എന്നുണ്ടോ ഇല്ല എന്നുള്ള സംശയമാണ്. പക്ഷെ എന്നാലും ആ സദ്യ ആദ്യത്തെ എൻ്റെ ഓർമ്മയിലെ ഓണസദ്യ ഉണ്ടെന്നത് വല്ലാണ്ട് ഒരു ഭാരം ഏറിയ മനസ്സുമായിട്ടാണ്. കാര്യം ഒരു ഭയങ്കരമായ കാഴ്ച നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വിഷമത്തിലാണ്. മാത്രമല്ല ഈ മുതിർന്നവർ പറയുന്നതിനെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇനി അവർ പറയുന്നത് ശരിയാണോ, അവർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണയൊക്കെ ഒരു പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസ്യതയുടെ ഒരു തകർച്ചയും കൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എൻ്റെ കൗമാരപ്രായത്തിലൊക്കെ എന്നെ ഒരു വലിയ നിരീശ്വരവാദിയാക്കിയതിൽ പോലും ഈ ഒരു സംഭവത്തിന് അതിൻ്റെ പങ്കില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയതിൻ്റെയാണ്. അപ്പൊ ഈ രീതിയിൽ ബാല്യത്തിൽ തന്നെ കൊച്ചുകുട്ടികളുടെ ഇപ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടിയിൽ 4 വയസ്സുള്ള കുട്ടി നമ്മൾ ഈ പറയുന്ന കഥ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആലോചിച്ച് നോക്കും. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഒന്നാന്തരം ഒരു ഫ്രോഡിനുള്ള വിത്ത് കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫ്രോഡ് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. ഇവിടെ ഏത് രംഗം എടുത്ത് നോക്കും, രാഷ്ട്രീയം, അതേപോലെ ഭരണ നേതൃത്വം, അതുപോലെ സാഹിത്യം, ചലച്ചിത്ര മേഖല, സാംസ്കാരിക മേഖല, മാധ്യമം, ഏത് രംഗമാണെന്ന് കേരളത്തിൽ ഫ്രോഡില്ലാത്തത്. അതേപോലെ തന്നെ ഫ്രോഡുകൾക്ക് നല്ല കോളുകളാണ്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഹൈറിച്ച് എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തി ആയിരക്കണക്കിന് കോടിയാണ് മലയാളികളുടെ നിന്ന് അവർ അടിച്ചു മാറ്റി കൊണ്ടുപോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് പോലും അത് സാധിക്കുന്നില്ല. അത് ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെ ഓരോ ഇടവേളകളിൽ ഇങ്ങനെ ഫ്രോഡുകൾ വന്ന്
ധാരാളം അവർ ഈ സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ വർഷങ്ങളായിട്ട് കേരളത്തിൽ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഫ്രോഡുകൾക്ക് ഉള്ള ഒരു കളിസ്ഥലമായി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം മാറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമാണ്. ഞാനൊരു സംശയം എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ പങ്കിടുന്നു മാത്രമേ ഉള്ളൂ. എത്ര വലിയ ഹിമാലയൻ ഫ്രോഡാണെങ്കിലും താൻ ഫ്രോഡാണെന്ന് അറിയപ്പെടാൻ താല്പര്യം ആർക്കും ഉണ്ടാവില്ല. അതേസമയത്ത് ഈ ഫ്രോഡ് ആകുന്നത് വളരെ മോശമാണെന്നുള്ള ധാരണയും ഈ വ്യക്തികൾക്കുണ്ടാവും. അതുകൊണ്ടാണല്ലോ അത്തരക്കാർ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഈ വൃത്തികേടുകളാണല്ലോ നമ്മൾ രഹസ്യമാക്കി വയ്ക്കാനും അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ കൈക്കൂലി വാങ്ങിക്കുന്നതാരും ഇതുവരെ പരസ്യമായിട്ട് വാങ്ങിച്ചു തുടങ്ങിയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വാങ്ങിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, മേശ തുറന്നു വെച്ച് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും രഹസ്യമായിട്ടൊക്കെയാണ് കൈക്കൂലി വാങ്ങിക്കുന്നത്. കൈക്കൂലി വാങ്ങിക്കുന്ന അങ്ങേയറ്റത്തെ വൃത്തികേടാണെന്ന് ഈ വാങ്ങിക്കുന്ന വ്യക്തിക്ക് അറിയാം. അപ്പൊ ആ അറിവുള്ളതുകൊണ്ടാണ് അത് രഹസ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു വലിയ സംഘർഷമാണ്. വൃത്തികേടാണ് താൻ ഓരോ നിമിഷവും ചെയ്യുന്നതെന്നുള്ളൊരു ഉള്ളിൽ നിന്നുള്ള ഒരു കുത്തലുണ്ട്. അപ്പൊ ഈ കുത്തലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം മലയാളി ഇത്രയധികം മദ്യപിച്ച ഒരു കുറച്ചു നേരമെങ്കിലും ഈ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒന്ന് മുക്തമായി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചായിരിക്കും പാവം ഈ മദ്യത്തിനെ ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ തിരുവോണം ഈ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് ഒരാശ്വാസം തന്നെയായിരിക്കാം. അപ്പൊ അവരെ സംബന്ധിച്ച് ആനന്ദം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തിരുവോണ ദിവസം മലയാളി ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിച്ച് നമ്മുടെ ജനസംഖ്യയിലെ നല്ലൊരു ശതമാനം അബോധാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ ഇത് നമ്മൾ ഈ പ്രബുദ്ധമാണെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലും നമ്മൾ ഈ ഫ്രോഡാണെന്നുള്ള തോന്നലുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പ്രബുദ്ധമാണെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യം വരില്ല. നമ്മളുടെ എല്ലാ ചലനത്തിലും വാക്കുകളിലും ആ പ്രബുദ്ധതയുടെ അംശം അതിങ്ങനെ നിലനിൽക്കും. അപ്പൊ നമ്മൾ പ്രബുദ്ധരല്ല ഫ്രോഡുകളാണെന്നുള്ള പൂർണ്ണമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മലയാളി പ്രബുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമ്പർ 1 ഫ്രോഡല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്.